ഇന്ത്യൻ സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ വില തുച്ഛം ഗുണം മെച്ചം എന്ന പ്രയോഗം ഏറ്റവും അധികം സ്യൂട്ട് ചെയ്യുന്ന സ്മാർട്ട് ഫോൺ അത് റിയൽമി C2 തന്നെയായിരിക്കും. കാരണം ഈ ഡിവൈസിൻ്റെ അൺബോക്സിങ്ങിലും ക്യാമറ റിവ്യൂവിലുമൊക്കെ ഈ ഡിവൈസ് വെറും 6000 രൂപയ്ക്ക് തരുന്ന ക്വാളിറ്റി എത്രമാത്രമാണെന്ന് നമ്മൾ കണ്ടു. ഈ ഡിവൈസ് ഗെയിമിങ്ങിന് എങ്ങനെയുണ്ട്, അതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ സുഹൃത്ത് ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എഡ്യൂ. ഈ ഡിവൈസിൻ്റെ ആക്ച്വൽ പെർഫോമൻസ് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് 4 ഗെയിമുകളായിരിക്കും നമ്മൾ പ്രധാനമായിട്ട് കളിക്കുക. 2 ബേസിക് ഗെയിമുകളും 2 ഹൈ റെൻഡ് ഗെയിമുകളും. ഹീലിയോ P22 എന്ന ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റിൻ്റെ ഗെയിമിംഗ് റിവ്യൂ നമ്മുടെ ചാനലിൽ ഒന്ന് ചെയ്തതാണ്, റെഡ്മി 6ൻ്റെ ഗെയിമിംഗ് റിവ്യൂവിൽ. അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ കളിക്കാൻ പോകുന്ന സബ്വേ സർഫേഴ്സ്, സ്മാഷ് ഇറ്റ്, ഫ്രീ ഫയർ, പബ്ജി എന്നീ ഗെയിമുകളാണ്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ സബ്വേ സർഫേഴ്സ് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഗെയിമാണ്. കൂടുതൽ ഇങ്ങനെ ഇൻറ്റൻസ് ഗ്രാഫിക്സോ അല്ലെങ്കിൽ ഹൈ റെൻഡ് പെർഫോമൻസ് ആവശ്യപ്പെടുന്ന എന്തെങ്കിലും ഒരു സംഗതിയോ ഇതിനകത്തില്ല. എങ്കിലും ഇത് കളിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യത്തിൽ ഉറപ്പായിരിക്കാം, നല്ല റെസ്പോൺസ് ഇതിൻ്റെ ഡിസ്പ്ലേ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഗെയിമുകളെല്ലാം ഈ ഡിവൈസിൽ കൊണ്ടുപോകാൻ കഴിയും. ഹീലിയോ P22 ആ കാര്യത്തിൽ ഒരിക്കലും ഒരു കോംപ്രമൈസ് കൊണ്ടുവരുന്നില്ല. പിന്നെ സബ്വേ സർഫേസ് കളിച്ചപ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ്. ഞാനിപ്പോൾ അതിൻ്റെ ഓഡിയോ പ്ലേ ചെയ്യുന്നില്ല, പക്ഷേ നിങ്ങൾക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ടായിരിക്കാം, അത്യാവശ്യം നല്ല സൗണ്ട് ഔട്ട്പുട്ട് ഈ ഗെയിം കളിക്കുമ്പോൾ റിയൽമി C2 എനിക്ക് നൽകുന്നുണ്ടായിരുന്നു. ഏകദേശം 10 മിനിറ്റോളം റിയൽമി C2വിൽ സബ്വേ സർഫേഴ്സ് ഞങ്ങൾ കളിച്ചു. യാതൊരു വിധത്തിലുള്ള ഇഷ്യൂവോ എന്തെങ്കിലും ലാഗോ ഒരു ഹിക്കപ്പും അതിൻ്റെ ഇടയിൽ ഉണ്ടായില്ല. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. ഇപ്പോൾ കാണുന്ന പോലെ ഈ 10 മിനിറ്റ് വീഡിയോയും പ്ലേ ചെയ്യാമെന്നാണ് ആദ്യമേ ഓർത്ത്. പക്ഷേ നിങ്ങളുടെ സമയം വെറുതെ അനാവശ്യമായിട്ട് എടുക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് ട്രസ്റ്റസ് ഞങ്ങൾ 10 മിനിറ്റോളം കളിച്ചു. യാതൊരു വിധത്തിലുള്ള ഇഷ്യൂവും ഫേസ് ചെയ്തില്ല. ബാറ്ററി ഹീറ്റിങ്ങോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ റൈസ് ആവുന്നൊരു സിറ്റുവേഷനോ ഒന്നുമില്ലായിരുന്നു. ഇനി സ്മാഷ് എന്ന് പറഞ്ഞ ഗെയിമിലോട്ട് നമ്മൾ പോവുകയാണ്. ഇതും വളരെ ബേസിക് ആയിട്ടുള്ള ഗെയിമാണ്, ഗ്രാഫിക് ഇൻറ്റൻസീവ് അല്ല. പക്ഷേ ഇവിടെയും നിങ്ങൾ ആദ്യമേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഡിവൈസിൻ്റെ ഗ്രാഫിക് ബൂസ്റ്റർ അല്ലെങ്കിൽ നമ്മൾ GPU ബൂസ്റ്റ് എന്നൊക്കെ ചില കമ്പനികൾ വിളിക്കും, ചിലരതിനെ ഗെയിം ബൂസ്റ്റ് എന്ന് വിളിക്കും. അപ്പം റിയൽമി ഡിവൈസുകൾക്ക് എല്ലാത്തിനും അങ്ങനെ ഒരു ഗെയിം ബൂസ്റ്റർ ലഭിക്കുന്നുണ്ട്. എത്ര ചെറിയ ഗെയിം ആയിക്കോട്ടെ, നിങ്ങളത് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ആ AI സിസ്റ്റം അത് റെക്കഗ്നൈസ് ചെയ്യുകയും വളരെ പെട്ടെന്ന് തന്നെ ബാക്കി ബാക്ക്ഗ്രൗണ്ടിലുള്ള ആപ്സ് എല്ലാം ക്ലോസ് ചെയ്യുകയും നിങ്ങൾക്ക് ഗെയിം കളിക്കാനായിട്ട് ഉള്ളൊരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും. ഇത് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്നത് നിങ്ങൾ ഹയർ എൻഡ് ഗെയിമുകൾ ഇതിൻ്റെ 2 GB റാം വേരിയൻറ്റിലൊക്കെ കളിക്കുമ്പോഴാണ്. റിയൽമി C2വിന് 2 GB റാം വേരിയൻറ്റിൽ ഉണ്ട്. ഈ ഡിവൈസ് 3 GB റാമാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഡിവൈസ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, അതായത് റാം കുറഞ്ഞ ഡിവൈസുകളിൽ ഈ ഗെയിം ബൂസ്റ്റർ ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. കാരണം ബാക്ക്ഗ്രൗണ്ട് ടാസ്കുകളെല്ലാം അത് കില്ല് ചെയ്യുകയും നമുക്ക് ഗെയിം കളിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്ന പോലെ തന്നെ വളരെ സ്മൂത്തായിട്ട് ഗെയിം പ്ലേ പോയി. യാതൊരു വിധത്തിലുള്ള ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. ടച്ച് സെൻസർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല റെസ്പോൺസ് നൽകുന്നുണ്ട്. ഓവറോൾ ഗെയിമിംഗ് ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കലും ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ഡിവൈസ് ഉപയോഗിക്കുന്ന പോലെ നമുക്ക് തോന്നത്തില്ല. കാരണം സ്ക്രീനും അത്യാവശ്യം നല്ല ക്വാളിറ്റി നൽകുന്നുണ്ട്. 6.1 ഇഞ്ച് ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കാണാനും ഒന്ന് ആസ്വദിച്ച് കളിക്കാനും കഴിയുന്നുണ്ട്. ഇപ്പം അതൊന്നും ഒരു കോംപ്രമൈസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി നമുക്ക് അല്പം കൂടെ ഹയർ എൻഡിലോട്ട് പോകാം. ഫ്രീ ഫയർ പോലുള്ള ഗെയിമുകളിലോട്ട് നമുക്ക് പോകാം. ഫ്രീ ഫയർ നിങ്ങളിൽ പലരും കളിക്കുന്നതാണ്, ചിലർ ഇതിൻ്റെ വലിയ ഫാൻസാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ റിക്വസ്റ്റ് കൊണ്ടാണ് ഈ ഗെയിം നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൊതുവേ നമ്മൾ പബ്ജിയിലേക്കാണ് പോകാറ്, പക്ഷേ ഫ്രീ ഫയറും കൂടെ കളിച്ചിട്ട് നമുക്ക് പബ്ജിയിലേക്ക് പോകാം. ഈ ഗെയിം 10 മിനിറ്റിലധികം സമയം കളിക്കാനാണ് ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. കാരണം നിങ്ങൾ ചില ആളുകൾ ഫ്രീ ഫയർ എന്ന ഈ ഗെയിമിന് ഒത്തിരിയേറെ പ്രിയപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ റിയൽമി C2വിൻ്റെ 6000 രൂപ വേരിയൻറ്റ്, അതായത് 2 GB റാം വേരിയൻറ്റ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്, ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഫ്രീ ഫയർ തന്നെയായിരിക്കും. എൻ്റെ കയ്യിലിരിക്കുന്നത് 3 GB റാം വേരിയൻ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പബ്ജി എക്സ്പീരിയൻസ് നല്ലതായാൽ, അതുകൊണ്ട് ഇതിൻ്റെ 2 GB റാം വേരിയൻറ്റ് നിങ്ങൾക്ക് മേടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു പബ്ജി എക്സ്പീരിയൻസ് ലഭിക്കും എന്നെനിക്ക് പറയാൻ കഴിയില്ല. കാരണം 2 GB റാമിൽ പബ്ജി പൊതുവേ ലാഗായി കണ്ടിട്ടുണ്ട്. അത് എങ്ങനെയായിരിക്കും റിയൽമി C2വിൻ്റെ 2 GB റാം വേരിയൻറ്റിൽ എന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല.
പക്ഷേ ആസ് ഓഫ് നൗ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ കഴിയും ഫ്രീ ഫയർ റിയൽമി C2 നല്ല ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും റിയൽമി C2ൻ്റെ 2GB RAM വേരിയൻറ്റ് മേടിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് അതിലൊന്നും PUBG ടെസ്റ്റ് ചെയ്യുക. ഇതിൽ താഴെ കമൻ്റായിട്ടത് എൻ്റെ എക്സ്പീരിയൻസ് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കും മറ്റ് സുഹൃത്തുക്കൾക്കും അത് ഉപകാരമായിരുന്നു. തീർച്ചയായിട്ടും ആ കമൻറ്റ് ഞാൻ പിൻ ചെയ്യാം, അങ്ങനെ ഒരു കമൻറ്റ് വരികയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ ഫ്രീ ഫയർ ഈ ഡിവൈസ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഒരു സൂപ്പർ ഇൻറ്റൻസീവ് ഗ്രാഫിക്സ് ഇതിനുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം പബ്ജിയും ആഫ്റ്റർ ലൈഫും ഒക്കെ കളിച്ചിട്ട് ഇത് കളിക്കുമ്പോൾ ഒരു രീതിയിൽ ഗ്രാഫിക്സ് ക്വാളിറ്റി ശരിക്കും കുറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇതാണ് ഫ്രീ ഫയറിൻ്റെ സ്റ്റാൻഡേർഡ്. കാരണം അത് ഒട്ടുമിക്ക എല്ലാ ഡിവൈസുകളിലും തന്നെ കളിക്കാൻ പറ്റുന്ന ഒരു ഓപ്പൺ വേൾഡ് ഗെയിമായിട്ട് അവർ ഡിസൈൻ ചെയ്തതാണ്. അപ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഫ്രീ ഫയർ കളിക്കുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള ഒരു ട്രബിളും ഞങ്ങൾ ഫേസ് ചെയ്തില്ല. 12 മിനിറ്റോളം ഫ്രീ ഫയർ കളിച്ചതിന് ശേഷം പിന്നെ പോയത് പബ്ജിയിലൊക്കെ ആയിരുന്നു. പബ്ജിയിൽ ഞങ്ങൾ വെൽക്കം ചെയ്ത അത്ര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇത് മീഡിയം ഗ്രാഫിക്സ് വരെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ, ഹൈ ഗ്രാഫിക്സ് സപ്പോർട്ട് ചെയ്തില്ല. ഇതിൻ്റെ ബഡ്ജറ്റിൽ നിന്ന് നോക്കുമ്പോൾ വലിയ പ്രശ്നമല്ലത്. കാരണം ഇതിനേക്കാളും അല്പം കൂടെ വില കൂടിയ റെഡ്മി 7 വരെ ഓപ്പൺ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ലോ ഗ്രാഫിക്സിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നത്. സോ അതൊരു വലിയ കോംപ്രമൈസ് അല്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ ഒരു ചെറിയ ഇഷ്യൂവും കൂടെയുണ്ട്. ഈ ഡിവൈസിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലായത് പബ്ജി കളിച്ചപ്പോഴാണ്. കാരണം ഇത്രയും നേരം ബാക്കി ഗെയിമുകളെല്ലാം കളിച്ചപ്പോഴും ഈ ഡിവൈസിൻ്റെ മാക്സിമം പൊട്ടൻഷ്യലും കാലിബറും ഉപയോഗിക്കേണ്ട യാതൊരു സാഹചര്യവും ഇല്ലായിരുന്നു. പക്ഷേ പബ്ജി കളിച്ചപ്പോൾ ഈ ഡിവൈസിന് കൊടുത്തിരിക്കുന്ന എല്ലാ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഓഗ്മെൻറ്റേഷനുകളും പ്രവർത്തനത്തിലേക്ക് വന്നു. ഗെയിം ബൂസ്റ്റർ വർക്കായി. അതുകൊണ്ട് തന്നെ ആപ്പ് അല്പം കൂടെ വേഗതയിൽ ലോഡായി. കാരണം ബാക്കി ആപ്പുകളെയൊക്കെ കില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ ഡോർമൻ സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോവുകയോ ചെയ്യും. പിന്നെ നല്ല രീതിയിൽ ഗ്രാഫിക്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്ന പോലെ തന്നെ നല്ല രീതിയിൽ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഒരു ഹെവി കോംപ്രമൈസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഏതെങ്കിലും ലാഗോ ഇഷ്യൂസോ ഒന്നും ഞാൻ ഫേസ് ചെയ്യുന്നില്ല. എന്ന് വെച്ച് സൂപ്പർബ് ഗ്രാഫിക്സ് ആണെന്നും ഞാൻ പറയില്ല. ഇതിൻ്റെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഗ്രാഫിക്സും നല്ല രീതിയിലുള്ള ഗെയിം പ്ലേയും നൽകുന്നുണ്ട്. ഗെയിം വളരെയധികം പ്ലേയബിളാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം ആസ്യൂസിൻ്റെ ചില ബഡ്ജറ്റ് സ്മാർട്ട് ഫോണുകളിലൊക്കെ ഗെയിം പ്ലേ അത്ര സ്മൂത്തല്ല. വല്ലാണ്ട് ഹീറ്റാവുകയോ അല്ലെങ്കിൽ വല്ലാണ്ട് ലാഗുകൾ ഉണ്ടാവുകയോ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. 2 ടെസ്റ്റുകളും കൂടെ ചെയ്ത് നമുക്ക് ഈ ഗെയിം റിവ്യൂ അവസാനിപ്പിക്കാം. ഇപ്പോൾ CTSA ടെസ്റ്റാണ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആക്ഷൻ തന്നെ നമ്മൾ ചെയ്യുന്നു. ലാഗ് ഉണ്ടോയെന്നും അതുപോലെ തന്നെ ഡിവൈസിൻ്റെ റെസ്പോൺസ് എത്രയുണ്ടെന്നും അറിയാൻ വേണ്ടിയാണിത്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ ടച്ച് റെസ്പോൺസ് അത്ര സൂപ്പറായിരുന്നെന്ന് ഞാനിപ്പോൾ പറയില്ല. ഇപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അങ്ങനെ ഒരു സംഗതി ഉണ്ടായത്. പക്ഷേ ഒരിക്കലും ഒരു ലാഗിലോട്ടോ അല്ലെങ്കിൽ ഫ്രീസിലോട്ടോ അത് പോയില്ല. ഇനി നമുക്ക് മൂവിങ് ഒബ്ജക്റ്റ് ടെസ്റ്റും കൂടെ ചെയ്യാം. അതെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാറിലോ ബൈക്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മൂവിങ് ഒബ്ജക്റ്റിൽ നമ്മളിരുന്ന് ഈ ഗെയിമിൽ മുന്നോട്ട് നമ്മൾ പോകും. അപ്പോൾ ഒത്തിരി ഗ്രാഫിക്കൽ ഒബ്ജക്ട്സിനെ സ്ക്രീനിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. തീർച്ചയായിട്ടും അത് GPUവിന് ഒരു വർക്ക് തന്നെയാണ്. അത്രയും ചെറുതായിക്കോട്ടെ ഗ്രാഫിക്കൽ ഒബ്ജക്ട്സിനെ റെൻഡർ ചെയ്യുമ്പോൾ GPU ഏതെങ്കിലും രീതിയിൽ ലാഗുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, ഫ്രീസ് ആവുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെറൈനുകളിൽ ഒരേ സമയം പല ഇടത്തുനിന്നുള്ള ഇമേജുകളും ഷാഡോസും എല്ലാം കൊണ്ടുവരേണ്ട സാഹചര്യം നമ്മൾ GPUവിന് കൊടുത്തു. നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാം എന്തെങ്കിലും ലാഗ് ഉണ്ടോ എന്ന്. ചെറിയ രീതിയിൽ ഗ്രാഫിക്കൽ ഒബ്ജക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൊരു ചെറിയൊരു ലാഗ് ഉണ്ട്. പക്ഷേ അതൊക്കെ ഈ ബഡ്ജറ്റിൽ നിന്ന് നോക്കുമ്പോൾ വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് റിയൽമി C2ൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഗെയിമിംഗ് റിവ്യൂയിലുള്ളത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ചോദ്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ കളിച്ചപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് താഴെ കമൻ്റായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കഴിയും. ഇതുവരെയുള്ള പെർഫോമൻസിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വെറും 6000 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോൺ 2019 ആയപ്പോഴേക്കും പെർഫോം ചെയ്യുന്ന ലെവൽ മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഇതൊരു പുതിയ മാറ്റമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ കഴിയും. ആസ് ഓഫ് നൗ എൻ്റെ അഭിപ്രായം ഇതാണ്. റിയൽമി C2 നിങ്ങൾ കൊടുക്കുന്ന പണത്തിന് കൃത്യമായ മൂല്യം നൽകുന്നുണ്ട്. ഇതൊരു രീതിയിലും നിങ്ങൾക്കൊരു കോംപ്രമൈസ് ആയിട്ട് തോന്നും എന്നെനിക്ക് പറയാൻ കഴിയില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ചെയ്യാൻ ഞാൻ ചെയ്ത ഹാർഡ് വർക്ക് നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ള ധാരാളം വീഡിയോകളും നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടോ ദയവ് ചെയ്ത് അത് കമൻ്റായിട്ട് മെൻഷൻ ചെയ്യുക. ഇത് നിങ്ങളുടെ സ്വന്തം സുഹൃത്ത് ഹാരിസ് സൈനിങ് ഓഫ്.